Praise the Lord. കേൾക്കുന്നുണ്ട് പാസ്റ്റർ. രണ്ട് ഫോൺ എടുത്തിരിക്കുകയാണോ? എന്തോ എക്കോ വരുന്നുണ്ടല്ലോ പാസ്റ്റർ. വേറെ ഫോൺ എടുത്തോ. ഒരു ഫോൺ ഓണാക്കി ഓഫ് ആക്കി. ക്ലിയർ ആയോ? രണ്ടെണ്ണം ഓണായിരിക്കുക, രണ്ട് ഡിവൈസ് ഓണായിരിക്കുക. അതൊന്നും ഒന്ന് മ്യൂട്ട് മാറ്റണം, അല്ലെങ്കിൽ അത് എക്കോ വരുന്നുണ്ട്. ഇപ്പോഴോ ക്ലിയർ ആയോ? ക്ലിയർ ആയി. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പകൽക്കാലം കർത്തൃസന്നിധാനത്തിൽ കൂടി വരുവാൻ തക്ക വണ്ണം സ്വർഗത്തിലെ ദൈവം സാവകാശം ഒരുക്കിയ വിലയേറിയ സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വം കരയറ്റുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ കർത്താവിന്റെ വചനമായി വരത്തക്കവണ്ണം ദൈവം സാവകാശം ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേക ഈ മീറ്റിങ്ങിനായി ക്ഷണിച്ച സിസ്റ്റർ ബീന അജയ് സിസ്റ്ററോടും കുടുംബത്തോടും പ്രത്യേക ഇന്ന് സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒന്ന് രണ്ട് പ്രാർത്ഥന വിഷയം കൂടെ നിങ്ങളുടെ നടുവിൽ പറഞ്ഞുകൊണ്ട് ശുശ്രൂഷിപ്പാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് അനുവദിച്ച ഈ 5-ാം തീയതി ഹരിയാനയിലും പഞ്ചാബിലും കടന്നു പോകുവാനും ആ ജനത്തിന്റെ നടുവിൽ ആയിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായി നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്രകാരം തന്നെ ഏപ്രിൽ 1, 2, 3, 4 ഈ 4 ദിവസങ്ങൾ വെക്കേഷൻ ബൈബിൾ ക്ലാസ് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. 500ഓളം കുഞ്ഞുങ്ങൾ ഈ 4 ദിവസം ഈ വെക്കേഷൻ ക്ലാസ്സിൽ ഉണ്ടാകാറുണ്ട്. അക്രൈസ്തവരായ അനേകരാണ് ഈ VBSല് ഈ വെക്കേഷൻ ക്ലാസ്സിൽ സംബന്ധിക്കുന്നത്. ലാസ്റ്റ് ദിവസം അവർക്ക് പഠനോപകരണങ്ങളും കൊടുക്കുന്നതാണ്. നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നും കൂടെ ദൈവ സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കണം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഉടാരവലവ ശബ്ദരു കവടവാര ഉടാരഹത്തെ റുമാനികതു ശത്രുരാധരാജി. ആരും മൗനമായിരിക്കാതെ ദൈവ സന്നിധാനത്തില് എല്ലാവരും പ്രാർത്ഥനയിൽ ആയിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നാട്ടെ. നസ്രാനായ യേശുവിന്റെ നാമത്തിൽ ചില പ്രവൃത്തികൾ, ചില വിടുതലുകൾ ഈ പകൽക്കാലം സംഭവിക്കും. ചില വിടുതലുകൾ സംഭവിക്കും.
വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഓ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടാരവരവ ശബ്ദരതുടിയരവൗട്ടിയാരകവൗട്ടിയ ധീരോധികരന്തരതുടിയ പ്രമിടികതനമാരകടത്തു സേറിയാന. Glory, glory, glory. Hallelujah. Hallelujah. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവേ, ഈ ജനത്തെ തൃക്കരങ്ങളിൽ തരും, മഹത്വം എടുക്കും. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി, ഈ പ്രഭാത സമയത്ത് കൂടി വന്നിരിക്കുന്ന ദൈവമക്കള് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആരും ഇനി കണ്ണടച്ചിരിക്കാതെ കണ്ണു തുറന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നിങ്ങൾ ആരും ഉറങ്ങുന്നവരല്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളെല്ലാവരും പ്രഭാത സമയമായതുകൊണ്ട് ചിലപ്പോഴൊക്കെയും മനുഷ്യനല്ലേ, എന്ത് ചെയ്യാം, ഉറക്കം വരാം. അതുകൊണ്ട് എല്ലാവരും കണ്ണുകൾ തുറന്ന് സ്തോത്രത്തിൽ ജാഗരിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുക. ഇന്ന് പകൽക്കാലം ദൈവ പാദപീഠത്തില് നിങ്ങളോട് ഒരു പ്രസംഗം എന്ന് പ്രതീക്ഷിക്കരുത്. ദൈവം തന്ന ഒരു അരുളപ്പാടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വേദവാക്യമാണ് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 11 മുതൽ 16 വരെയുള്ള വേദവാക്യം വായിച്ചു കഴിഞ്ഞാൽ 2 കാര്യം കർത്താവ് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, കരയേണ്ട. യേശു അവിടെ പറയുകയാണ്. അവളെ കണ്ടിട്ട് യേശു പറഞ്ഞു, കരയണ്ട. ഈ രണ്ടാമത് നമുക്കവിടെ വായിക്കുമ്പോൾ, ബാല്യക്കാര എഴുന്നേൽക്കാം. ബാല്യക്കാര എഴുന്നേൽക്കാം. വർഷിപ്പ് ചെയ്ത ലീഡർക്കായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നല്ലൊരു വർഷിപ്പായിരുന്നു. പ്രത്യേകം ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ സിസ്റ്ററെ. 2 കാര്യമാണ് ഞാൻ അവിടെ പ്രത്യേകം പറയുമ്പോൾ തന്നെ. കർത്താവ് 2 കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ 16-ാം വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയും. ഒരു വിടുതൽ സംഭവിച്ചപ്പോൾ ജനം ഭയം ഉള്ളവരായി മാറി. എന്നിട്ട് അവർ തന്നെ പറയുക, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ നടുവിൽ, നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ആമേൻ. അതേ ജനം പറയുന്നു, ഒന്ന്, അവർക്ക് ഭയം പിടിച്ചു. 2, അവർ പ്രവാചകൻ എന്ന് പറഞ്ഞു. 3-മത്
നമുക്കവിടെ കാണുമ്പോൾ അവർ ദൈവജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ ശരിയാൻ ബ്രദറെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു പ്രവൃത്തി നടപ്പാനിടയായി. ഈ ദിവസങ്ങൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെയും ഒരു ദൈവ പ്രവൃത്തി നാം കാണാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. വചനമാണ് പ്രവചനം. വചനമാണ് പ്രവചനമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാവൂ. ഇതൊരു കഥാപുസ്തകമല്ല, ഇതൊരു നോവലല്ല, അല്ലെങ്കിൽ ഒരു ദിനപത്രമല്ല. ദിനപത്രം വായിച്ചു വിടുന്നത് പോലെ വായിക്കാനുള്ള ഒരു പുസ്തകമല്ല. ഇത് തലക്കൽ വയ്ക്കുവാനല്ല, ഇത് തൊട്ട് ചുംബിക്കാനുള്ളതല്ല, തൊട്ട് കുരിശു വരയ്ക്കുവാനുള്ളതല്ല, ഇത് നിറയെ വെക്കേണ്ടതല്ല. ഇന്ന് ഈ രാത്രിയില്, ഈ പ്രഭാതത്തിൽ പറയട്ടെ, ഈ വചനം വിടുതൽ തരുന്നതാ. ഈ വചനം നിന്നോട് സംസാരിക്കുന്നതാ. ഈ വചനം ധൈര്യം നൽകുന്നതാ. ഈ വചനം സൗഖ്യം തരുന്നതാ. ഈ വചനം ശക്തിയുള്ള വചന. ഇത് പാറകളെ പിളർത്തുന്ന ചുറ്റികയാണ്. ആ വചനം വിശ്വസിക്കുന്നു എങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഒരു ദൈവ മഹത്വം പ്രിയ കർത്തൃദാസൻ ബിജോയ് ജമ്മുവിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ ദാസനെ ഒന്നും നടക്കുന്നില്ല എന്ന് കരുതരുത്. ഒരു ദൈവ മഹത്വം വെളിപ്പെടാൻ പോകുകയാ. ദൈവ മഹത്വം ഇവിടെ വെളിപ്പെടാൻ പോകുന്നു എന്ന് ഈ ജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ ആലോചന അറിയിക്കുക. ആമേൻ, ആമേൻ. ദൈവദാസൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കുന്ന തെറ്റെന്ന് എനിക്കറിയാമെങ്കിലും ദൈവാത്മാ ചോദിച്ചത് കൊണ്ടാ. ഒരു ദൈവ പ്രവൃത്തി നീ ആയിരിക്കുന്ന ഇടത്ത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ച് മനം കളഞ്ഞിരിക്കുന്ന വ്യക്തിയെ ഇതാ ദൈവത്തിന് മഹത്വം ിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കണമേ. ദൈവ പ്രവൃത്തി ആയിരിക്കുന്ന മണ്ഡലത്തില് സംഭവിക്കാൻ പോകുക. വിശ്വാസമുള്ളവരൊന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു ദൈവ മഹത്വം നീ ആയിരിക്കുന്ന മണ്ഡലങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ. ഇത് പാപവാസ്
നിങ്ങളോട് പറയുകയല്ല, നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയ കർത്താവാണ് ഈ ആലോചന അറിയിക്കുന്നത്. അതുകൊണ്ട് ബിജോയ് പാസ്റ്ററെ, ധൈര്യമായിരിക്കാം. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ഏപ്രിൽ മാസം ഞങ്ങൾ ജമ്മുവിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് വരുമെന്ന് കരുതരുത്, ഞങ്ങൾ വരും. ഒരിടത്തല്ല, ഡൽഹി മുതൽ ജമ്മു വരെ ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഒരു മിഷൻ ട്രിപ്പ് പോലെ കടന്നു വരുവാൻ ആഗ്രഹിക്കും. അതിന് മുമ്പേ അവിടെ ഒരു ദൈവമഹത്വം കാണും. ഇതുവരെ നടക്കാത്ത, ഇതുവരെ സംഭവിക്കാത്ത, ഇതുവരെ കാണാത്ത ചില പ്രവർത്തികൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ളവരൊക്കെയും ഒന്ന് അല്പ മിനിറ്റുകള് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം തട്ടി ആരാധിപ്പാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരുടെ അതരങ്ങൾ തുറന്നുകൊണ്ട്, വായ് തുറന്നുകൊണ്ട് ദൈവത്തെ ഒരു നിമിഷം ഇപ്പോൾ I worship the word in the waiting of Surya Pravada Rasya. നിന്നെ നോക്കി പരിഹസിക്കുന്ന, നിന്നെ നോക്കി വേദനിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ നടുവിൽ ഒരു ദൈവ ഭയമുളവാകത്തക്കവണ്ണം ഒരു ദൈവിക ആയിരിക്കുന്ന മണ്ഡലത്തിൽ വെളിപ്പെടാൻ പോകുകയാ. പാമ്പാടിയിൽ നിന്ന് ജയ ഷാജി ഒരു ഫാമിലിയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം കൂടി വന്ന പ്രിയ കുടുംബത്തോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവ മഹത്വം കാണുന്നത് ഏത് വിഷയത്തിലെന്ന് ചോദിച്ചാൽ നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയിൽ 4-ാം നാൾ വന്നപ്പോൾ കൂടി വന്നവരും മാർത്തയും പറഞ്ഞു, നാറ്റം വെച്ചു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ സിസ്റ്ററോടും കുടുംബത്തോടും പറയുന്നു, എത്ര നാളുകൾ കഴിഞ്ഞാലും, എത്ര പഴക്കമുള്ള വിഷയമായാലും, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില ഉയർപ്പം സംഭവിക്കാൻ പോകുകയാണ്. ആശറ്റ സ്ഥാനത്ത്, നാറ്റം വെച്ചു എന്ന് ചിന്തിച്ച സ്ഥാനത്ത്, പ്രതീക്ഷിക്കാനില്ലാത്ത സ്ഥാനത്ത് ഒരു ദൈവ മഹത്വം, ഒരു ഗ്ലോറി അവിടെ വെളിപ്പെടാൻ ഇടയാകുമെന്ന് പ്രിയ പാമ്പാടിയിൽ നിന്ന് ജോയിൻ ചെയ്ത കുടുംബത്തോടെ ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടതായ ബീന സിസ്റ്ററെ, ഈ ദിവസങ്ങളില് നയിൻ പട്ടണത്തില് ജനത്തിനെ ഭയം ഉളവാകത്തക്കവണ്ണം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്ക നിലയിൽ ആ പട്ടണത്തിൽ ഇതുവരെ സംഭവിക്കാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം ആ മനോഹരമായ പട്ടണത്തിൽ സംഭവിച്ചു എങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടതായ ബീന സിസ്റ്റർ, ബീന അജയ് ഈ പകൽക്കാലം വിളിച്ചു പറയുന്നു, നാളുകളായി ഉപവസിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിലും ഇതാ
നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ഒരത്ഭുതം നടക്കാൻ പോകുകയാ. അത് നീ കൂടെ വിശ്വസിക്കുന്നു. ഓ രാമന സംദാരാബാബ ഉടാരവരവയ്ക്ക് പ്രേതനീയ സംദാരബ. ആമേൻ ആമേൻ. ഇതുവരെ സംഭവിക്കാത്തത്. ഞാൻ ചിലവരുടെ പേരുകൾ മാത്രം പറഞ്ഞേ ഉള്ളൂ. എന്നാൽ എല്ലാവരുടെ പേരുകൾ എടുത്തു പറയുവാൻ ആഗ്രഹം ഉണ്ട് എങ്കിലും സമയം അനുവദിക്കുന്നില്ല. അപൂർവങ്ങളിൽ ഒരു അപൂർവമായ കാര്യം. എന്താണ് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യം എന്ന് ചോദിച്ചാൽ, ഒരു വിലാപയാത്ര കാണുന്നു. മനോഹരമായ പട്ടണത്തിൽ കൂടെ, ആ തെരുവീതിയിൽ കൂടെ ഒരു മൗനമായി ഒരു കരച്ചിലോടുകൂടിയുള്ള ഒരു യാത്ര പട്ടണത്തിൽ കൂടെ പോകാം. ഞാൻ അവിടേക്ക് കടക്കും മുമ്പേ ദൈവത്തിന്റെ ആലോചന ഞാൻ പറയുമ്പോ, ആ പട്ടണത്തിന്റെ ചരിത്രം തിരുത്തത്തക്ക വണ്ണം ഈ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ ചരിത്രം മാറും. ചരിത്രം മാറും. ഇത് ബാബുവാസല്ലാട്ടോ പറയുന്നത്. ആരംഗീകരിക്കുമെന്ന് കരുതരുത്. ആരെല്ലാം നിങ്ങളെ സ്വാഗതം ചെയ്യുമെന്ന് ചിന്തിക്കരുത്. ആര് സ്വാഗതം ചെയ്തില്ല എങ്കിലും എന്താകുമെന്ന് വീക്ഷിക്കുന്ന ജനത്തിന്റെ നടുവിൽ ഈ പ്രയർ ഗ്രൂപ്പിന് ഇതുവരെയില്ലാത്തതായ ഒരു ചരിത്രത്തെ മാറ്റി എഴുതുവാൻ എന്റെ കർത്താവിന് പദവിയുണ്ട്. വിശ്വാസമുള്ളവരുടെ തരംഗത്തിൽ അല്പ മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചാട്ട് നിന്റെ ചരിത്രം മാറ്റി എഴുതുന്നു. ഈ പട്ടണത്തിന് ദൈവവൈദ്യനെ നീ പാർക്കുന്ന പട്ടണത്തിന്റെ ചരിത്രം മാറാൻ പോകുന്നു. Oh, Ravini, sanifying the wrong here, Oh, riminda thanami kruchadege odi e hattaridigam dariya turiyam baba. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് രാത്രി, അത് ഇന്ന് പകൽക്കാലം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ജീവിതത്തിന്റെ ചരിത്രം തിരുത്തുന്നൊരു വർഷം ഈ 26-ാം വർഷം 3-ാം മാസത്തിന്റെ 2-ാം തീയതി ആയിരിക്കുന്ന ഈ പ്രഭാതം മറക്കാൻ പറ്റാത്തൊരു ഡേറ്റ് ആക്കി എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ മാറ്റും. വിശ്വാസമുണ്ടെങ്കിൽ ഈ സ്ത്രീ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാണാൻ വേണ്ടിയിട്ടല്ല, ആമേ, കർത്താവ് ഒന്ന് കാണട്ടെ. വെറുതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നു, അയ്യോ സമയം പോക്കിക്കളഞ്ഞു എന്ന് നീ കരുതണ്ട. ഈ ദിവസങ്ങളില് നിന്റെ തലമുറയുടെ ചരിത്രം മാറും. നിന്റെ ഭർത്താവിന്റെ ചരിത്രം മാറും. നിന്റെ വ്യക്തിപരമായ ചരിത്രം മാറും. നിന്റെ ശുശ്രൂഷയുടെ ചരിത്രം മാറും. നിന്നെ ഏൽപ്പിച്ച താലന്തുകളുടെ സ്ഥിതികൾ മാറും.
മാറും. താങ്ക് യു. ഇന്ന് നാം ഒന്ന് ചിന്തിക്കണം. ബദാനിയേൽ വന്നപ്പോ എല്ലാവരും കർത്താവിനോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഡെയ്സി ചെറിയ ഒറ്റ കാര്യം പറഞ്ഞത്. എന്താ പറഞ്ഞത്? നാറ്റം വെച്ചു. മാർത്തിയും പറഞ്ഞു, സഹോദരി പറഞ്ഞു, കർത്താവേ ഇത് നാറ്റം വെച്ചു. ഒന്ന്. രണ്ടാമത്, ഒരു കൂട്ടർ നിഷ്പക്ഷമായി നിന്ന് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ. മൂന്നാമത്തെ കൂട്ടർ ഇവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടും. എവിടെ? ബദാനിയിൽ ഒരു പ്രവൃത്തി വെളിപ്പെടും. മൂന്ന് വ്യക്തിത്വങ്ങൾ അവിടെ കാണാം. ഒന്ന്, നാറ്റം വെച്ചു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടർ. അവിടെ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ യേശു കർത്താവിനെ വെറുതെ വിടുകയില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ കൂട്ടർ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ വന്ന കൂട്ടർ. മൂന്നാമത്തെ കൂട്ടർ ഇന്ന് ഇവിടെ ഒരു അത്ഭുതം നടക്കും. അങ്ങനെയെങ്കിൽ ബദാനിയിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ച കൂട്ടരെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ ദൈവം എന്ത് ചെയ്യും? ദാനിയേൽ, ശാലേം, പ്രിയ ബ്രദറെ, ഒരു അത്ഭുതം നടക്കും. ദാനിയേൽ കൈ ഉയർത്താമോ? SHOM ദാനിയേൽ. ഓക്കെ, മനസ്സിലായില്ല തോന്നുന്നു. ഓക്കെ, മനസ്സിലായെങ്കിൽ ദാനിയേൽ അല്ലേ? DANIEL ആണോ? ഓക്കെ. ദൈവം തന്നത് ഞാൻ പറഞ്ഞു. പ്രതികരണം ഇല്ല എങ്കിൽ വേണ്ട. ഓക്കെ, കൈ ഉയർത്തി കൈ ഉയർത്തി ഇരിപ്പുണ്ട്. ആണോ? കാണാനില്ല, സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ ബ്രദറെ, കൈ ഉയർത്തിയതിനായി സ്തോത്രം. ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട വ്യക്തി ജീവിതത്തോട് ഇവിടെ ഒരത്ഭുതം നടക്കും വിശ്വസിക്കുന്ന ഒരു ന്യൂനപക്ഷം അതിൻ്റെ അകത്തുണ്ട്. ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് ഈ രാവിലെ പ്രഭാത സമയത്ത് ഈ 3-ാം മാസത്തിന്റെ 2-ാം തീയതി ചരിത്രത്തിൽ തിരുത്തി എഴുതുന്നത് പോലെ നിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ ഒരത്ഭുതം കാണാൻ പോകുകയാണെന്ന് ദാനിയേൽ ബ്രദറിനോട് ആലോചന ഞാൻ അറിയിക്കാം. എനിക്കിന്ന് അറിഞ്ഞുകൂടാ എങ്ങനെയാ ഈ ദൂത മാറുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇനി പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തുമായിരുന്നാലും യേശു കർത്താവ് അവിടെ പറഞ്ഞ ഒരു പദങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കല്ല് നീക്കാനൊക്കെ പറഞ്ഞു. ഞാൻ അതൊന്നും എനിക്ക് തന്ന വിഷയമല്ല. മൂവരുടെ നടുവിൽ കർത്താവിനൊരു ബോധമുണ്ട്. എന്നെ ഇവിടെ അയച്ചു. ഇന്ന് ദൈവപാദപീഠത്തിലിരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, ഉറക്കത്തെ മാറ്റിവെച്ച് കർത്തൃപാദപീഠത്തിൽ വരുവാൻ തക്ക വിധത്തിൽ നിന്നെ ഇരുത്തിയെങ്കിൽ ആ കർത്താവ്
ഇന്ന് അത്ഭുതം ചെയ്യും. ഓ ഹല്ലേലൂയ. ശ്വസിക്കുന്ന കർത്താവേ. ദൂതമനി ഹംദരാധ. ഇന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ. ഇന്ന് ഈ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിൽ കൂടി വന്ന ദൈവജനത്തോട് പറയുന്നു, ഇത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ പ്രഭാതമാണെന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് ആലോചന പറയുക. ജീസസ് നാം ശ്രദ്ധിക്കുക. ജനം എന്ത് പറയുന്നു? ഇതൊന്നും നമ്മുടെ കർത്താവിന് വിഷയമല്ല. കാരണം എന്താ? എന്നെ ഈ കല്ലറയുടെ മുന്നിൽ നിർത്തിയ ഒരുവനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സൂം മീറ്റിംഗിൽ നിന്നെ കൊണ്ടുവന്നത് ആരാണെന്ന് നീ ബോധവാനാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായി എന്റെ യേശുക്കർത്ത വന്നിട്ടുണ്ട്. ഞാൻ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പറയുന്നത്. അവൻ എങ്ങും നോക്കിയില്ല. നാറ്റം വെച്ച വിഷയം അവൻ ഓർത്തില്ല. അവൻ ഒരു ലക്ഷ്യം, അയച്ചവന്റെ മഹത്വം വെളിപ്പെട്ട് കാണണം. ഇന്ന് വിശ്വാസി ഗണത്തോട് പറയുക, വിളിച്ചവൻ ആരാണെന്ന് ബോധവാനാണെങ്കിൽ നിനക്കാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ. ഗ്രേസി എബ്രഹാം കുടുംബത്തോട് പറയുക, വിളിച്ചവൻ ആരാണോ, വിളിച്ചവൻ ആരെന്ന് നിങ്ങൾ ബോധവാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. നടക്കും. ആമേൻ. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഉരുവിടുന്നുണ്ട്, കർത്താവേ സന്തോഷത്തോടുകൂടെ ഞങ്ങൾക്ക് അങ്ങയുടെ പാദപിടത്തില് അല്ലെങ്കിൽ അങ്ങയുടെ സന്നിധിയില് കടന്നു വരാൻ കഴിയുമോ എന്ന്. എന്നാൽ നിങ്ങൾ കണ്ണുകൾ അടയും മുമ്പേ നിങ്ങൾ ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് സമാധാനത്തോടെ യാത്ര ചെയ്യൂ. നിങ്ങൾ ആ കുടുംബം മനസ്സിലാക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം നോക്കൂ. ഈ ബദാനി വന്ന യേശു കർത്താവ്, ഞാൻ അതിനെ വിവരിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് നന്നായി അറിയാം. നേട്ടം വെച്ച് എന്നുള്ള സ്വരവും എന്താ സംഭവിക്കുന്നതെന്ന് വീക്ഷിക്കുന്ന ജനത്തിന്റെ നടുവിലും ഇവിടെ ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്ന ന്യൂനപക്ഷവും ചേർന്ന് നിൽക്കുമ്പോ കർത്താവ് പിതാവിലേക്ക് നോക്കി, ആമേൻ, പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക്, ലാസറേ പുറത്തു വരിക, പുറത്തു വരിക. മഹത്വം വെളിപ്പെടും മുമ്പേ, ആമി പുറത്തു വരുന്നതിന് മുമ്പേ അയച്ചവനോട് മഹത്വം കരേറ്റി എങ്കിൽ ഇന്ന് പ്രഭാത സമയത്ത് ദൈവം
പ്രവർത്തിക്കാൻ പോകുന്നതോർത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവമഹത്വം കാണാൻ പോകുകയാണ്. ഒന്ന്. രണ്ടാമത് നാം ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം, കാനാവിലെ കല്യാണത്തില് വീഞ്ഞു പോരാത്ത അവസ്ഥ ഞാൻ അവിടെ ഒന്നും വിവരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമേ പറയാൻ ദൈവാത്മാവ് നിർദ്ദേശിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം, ഈ വിഷയത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു ഉത്തരവും കാണാതിരിക്കുക. കാരണം ജനം വന്നിട്ടുണ്ട്, ജനം വന്നു, അതിന്റെ മധ്യ വെച്ച പ്രധാനപ്പെട്ട വീഞ്ഞ് തീർന്നു പോയത് ആരാലും നികത്താൻ കഴിയില്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കൊന്ന് ചെയ്യാനോ പ്രവർത്തിക്കാനോ കഴിയാതെ നിൽക്കുന്നു എങ്കിലും ഒരു കാര്യം പറയാം. ഒന്ന്, കുടുംബനാഥൻ ചിന്തിച്ചു, യേശു വന്നിട്ടുണ്ടെന്നൊക്കെയും ബോധ്യമുണ്ടെങ്കിലും അവൻ യേശുവിനെ മറന്നു. ക്ഷണിച്ചവരെ പോലെ ഒരുവനുണ്ട് എന്നല്ലാതെ അവനെ കുറിച്ച് യാതൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആ കുടുംബനാഥന് ഇല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സൂം മീറ്റിംഗ് ക്രമീകരിച്ച പ്രിയ ആന്റിക്ക് ഒരു ബോധ്യമുണ്ട്. ഈ സൂം മീറ്റിംഗ് ക്രമീകരിച്ചത് താനല്ല, ക്രമീകരിച്ചവന് ഇതിൽ ലക്ഷ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു സഹോദരിയായ എനിക്കിത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെ ഓർത്ത് കാണാം. എന്നാൽ ഇത് സെറ്റ് ചെയ്തത് ആരെ എന്ന് ബോധ്യമുള്ളത് കൊണ്ടാ ഇത് റണ്ണിങ് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ ആ കുടുംബത്തെ സംബന്ധിച്ച് ഇത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവനൊക്കെയും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു കാലത്തൊക്കെയും കീറാമുട്ടിയ പോലെ ആയിരുന്നു. എനിക്ക് വല്ല പണിയുണ്ടോ? സ്തോത്രം. അജയ് ബ്രദറെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. ഒന്ന് ചിരിച്ചിട്ട് സ്തോത്രം പറയേ. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. കർത്താവ് നേരിൽ കാണാൻ ഒരു അവസരം ഉണ്ടാകട്ടെ. പ്രോഗ്രാമിന് വേണ്ടിയല്ല, കാണാൻ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞെന്നുള്ളൂ. അതുകൊണ്ട് എന്നെ ക്ഷണിക്കാനൊന്നല്ലോട്ടോ ഞാൻ പറഞ്ഞു. ഞാനിവിടെ വിചാരിച്ചത്, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത്, യേശുവിനെ വിളിച്ചു. ക്ഷണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ വ്യക്തിയെ വിളിച്ചു എന്നല്ലാതെ മറ്റൊന്നും വ്യക്തികൾ എന്ത് ചെയ്തിട്ടില്ല, കരുതിയിട്ടില്ല. എല്ലാവരും ഇവനെ കണ്ടു കാണും. ശിഷ്യന്മാരുണ്ട്, യേശുവിന് അമ്മയുണ്ട്. യേശുവിന് അമ്മയ്ക്ക് അറിയാം എന്റെ മോൻ വല്ലതും കൽപ്പിച്ചാൽ ഇവിടെ ചിലത് സംഭവിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ ആ ബോധ്യം വിശ്വാസിയെ നിനക്കുണ്ടോ? നിനക്കുണ്ടോ? എന്നെ കർത്തൃവേലയ്ക്ക് വിളിച്ചത്, എന്നെ അയച്ചത്, എന്നെ പാമ്പാടിയിൽ നിർത്തിയത്, ജമ്മുവിൽ നിർത്തിയത്, ബീഹാറിൽ നിർത്തിയത്, ഈ സൂം മീറ്റിംഗ് പ്ലാൻ ചെയ്യുവാൻ ക്രമീകരിച്ചത് യേശു എന്ന ബോധ്യമുണ്ടോ? അല്ല, നിന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ പുറപ്പെട്ടു,
വിളിച്ചതുകൊണ്ട് ഞാൻ ഇത് ഒരുക്കി എന്ന് വിശ്വാസമുണ്ടോ എങ്കിൽ ഇതാ വിളിച്ചവൻ നിന്റെ ചാരെ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? വിടവുകൾ നികത്താൻ. എന്തിനു വേണ്ടി? എന്നോട് കഴിഞ്ഞ ദിവസം ഇതിന്റെ ലീഡറായ ബീന സിസ്റ്റർ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ആരാധന തുടങ്ങി. ബീന സിസ്റ്ററെ, ഈ സൂം മീറ്റിങ്ങിലുള്ളവരൊക്കെയും ചിന്തിച്ച് കാണും, ഓ എത്ര നാള് പോകുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. സൂം മീറ്റിംഗ് റണ്ണിങ് ചെയ്യാനൊക്കെ കഴിയും. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പ്രിയ ബ്രദറും ചിന്തിച്ചു കാണും, ഇത് നമ്മെ കൊണ്ട് എത്തിക്കാൻ പറ്റുമോ? നിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങ് നടക്കട്ടെ. ഇതൊക്കെ വലിയ തലവേദന പിടിച്ച കേസ. ഇതൊക്കെ ഈ സൂം മീറ്റിംഗ് നടത്തുന്നത് പോലെയല്ല. പലതും പറഞ്ഞ് കാണാം. എങ്കിലും ഞാൻ പറയുന്ന ആരംഭം ഇട്ടത് അജയ് ബ്രദറല്ല, വീണ സിസ്റ്റർ അല്ല. ആരംഭം ഇട്ടത് ആരായി എന്ന് ഒന്നാമത് നിങ്ങൾ അറിയണം. ആരംഭം ഇട്ടവൻ ആരായി എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഇത് അവന്റെ മഹത്വത്തിനായി തീരത്തക്കവണ്ണം ഇതിന് ധാരക സുന്ദരരുടെ ആരഭാരവ അതിലിന്റെ വഴി ഓടി ഉടമ്പരപൗടം. ഞാൻ മീന സിസ്റ്ററോടും കുടുംബത്തോടും പറയാ, ഒരു വിശാലമായ ഒരു ഹാളിലേക്ക് ഈ പ്രയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ആരാധന അടുത്താണ്ട് ഈ സമയമാകും മുമ്പേ അത് മാറ്റും. അതിന് വഴി ഒരുക്കും. ഒരു ടീം തന്നെ ഇതിനായി മുന്നോട്ട് ഇറങ്ങുമെന്ന് ആത്മാവിൽ ഞാൻ കണ്ടുകൊണ്ട് ആലോചന അറിയിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ആരംഭിച്ചവൻ ആര് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഇവിടെ പരാജയപ്പെടത്തില്ല. ഈ കൂടിവരവ് ദൈവത്തിന് മഹത്വമാകത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കാൻ പോകുക. ഞാൻ വരട്ടെ. കനാവിൽ യേശു വന്നിട്ടുണ്ട്, പ്രസന്റ് ആയിട്ടുണ്ടെങ്കിലും വീട്ടുകാരനെ ഈ ഗസ്റ്റ് VIP ആണെന്നൊന്നും ബോധ്യമില്ല. എന്നാൽ യേശുവിന് എന്തോ ഉണ്ട് എന്ന് താൻ വെളിപ്പെടുത്തിയില്ല. എങ്കിലും മാതാവിനെ കുറിച്ച് ഞാൻ അവിടെ അധികം വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. വിടവുകൾ മനസ്സിലായപ്പോൾ മാതാവ് പറഞ്ഞു, മോനെ ഇവിടെ വീഞ്ഞില്ലടാ മോനെ. എന്നാൽ വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞു, എന്റെ സമയമാ, പിതാവിന്റെ സമയമായിട്ടില്ല. അങ്ങനെയെങ്കിൽ പിതാവിന്റെ സമയം വന്നപ്പോൾ അവൻ വിരുന്നശാലയുടെ പുറകെ ചെന്ന് പറഞ്ഞു, വെള്ളം കോരി നിറയ്ക്കാൻ. ഞാൻ ഇന്ന് രാവിലെ സമയത്ത് പറയട്ടെ, അവിടെ ഒരു നീണ്ട പ്രാർത്ഥനയല്ല നടന്നത്. ഒന്ന്, അവൻ വിളിച്ചവന്റെ മുഖത്ത് നോക്കി. വിളിച്ചവന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ കൽപ്പിച്ചു. എന്താ? വീഞ്ഞാകട്ടെ. അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും അവൻ കൽപ്പിച്ചു ഇത് വിരുന്നുവായി വിളമ്പിക്കൊടുപ്പാൻ. ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ ഒന്നും തെളിഞ്ഞു കാണുന്നില്ല എങ്കിലും ഞാൻ ഇന്ന് കൂടി വന്ന ദൈവജനത്തോട് പറയുന്നു, അവൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കൽപ്പിച്ചിട്ടുണ്ട്. ഡെയ്സി സിസ്റ്ററെ, ഡെയ്സി ചെറിയാൻ സിസ്റ്ററെ,
ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഗ്ലോറി. സംശയത്തെ യേശുവിന്റെ നാമത്തിൽ അവിശ്വാസത്തെ ശാസിക്കുക. സംഭവിക്കണപ്പ. അത് തുറന്നു വരട്ടപ്പ. ദൈവ പ്രവൃത്തി ഇന്നു മുതൽ ആ ഭവനത്തിൽ വെളിപ്പെടട്ടെ. യെസ്, വെളിപ്പെടും, വെളിപ്പെടും. ഹല്ലേലൂയ. ആണ്ടുകളും വർഷങ്ങളും ഒന്നും കാത്തിരിക്കണ്ട. അതിദൂരത്തല്ലാത്ത നിലയിൽ, അതിദൂരത്തല്ലാത്ത നിലയിൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഡെയ്സി സിസ്റ്ററിന്റെ ഗ്രഹത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. അത് ദൈവത്തിന് മഹത്വമായിരിക്കും. ഓക്കെ, യേശു പറഞ്ഞ് കൽപ്പിച്ചു, വിരുന്നുവായിൽ കൊടുത്തു. ഞാൻ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് രുചിച്ചവനല്ല, പിതാവിന് മഹത്വപ്പെടുത്തത്തക്കവണ്ണം കാരണമായി. അവിടെ ഒരു മഹത്വം വെളിപ്പെട്ടു, മഹത്വം വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാജമ്മ സിസ്റ്ററെ ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ തക്കവണ്ണം സിസ്റ്റർ രാജമ്മ സിസ്റ്റർ ഉറങ്ങാതെ ദൂത് കേൾക്ക്. ശ്രദ്ധിക്കുക, ഒരു ദൈവ മഹത്വം അവിടെ വെളിപ്പെട്ടു. എല്ലാവരും ഇതെങ്ങനെ സംഭവിച്ചു? മനുഷ്യ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടുന്ന അവസ്ഥയിൽ ഇതാ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിച്ച അവന്റെ മഹത്വം കാണും. ഓക്കെ, ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചിടത്തൊന്നും എത്തിയില്ലെങ്കിലും നമ്മൾ ആ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവിടെ ആമേൻ കാണാൻ കഴിഞ്ഞു. 1, അവർക്ക് ഭയമുണ്ടായി. 2, പ്രവാചകനെന്ന്. 3, ഈ പറഞ്ഞ ജനം എന്ത് ചെയ്തു? ദൈവത്തെ മഹത്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്ദിച്ചവർ കാണുവാൻ തക്കവണ്ണം, നിന്നെ പരിഹസിച്ച് കാണുന്നവർ തക്കവണ്ണം എന്ത് ചെയ്തു? ഈ ജനം തന്റെ പിതാവിനെ മഹത്വം കരേറ്റത്തക്കവണ്ണം കാരണമായി. എങ്കിൽ ഇന്ന് ഈ പ്രഭാത സമയത്ത് നിന്നെ തള്ളിക്കളഞ്ഞ, നിന്നെ പുച്ഛിച്ചു തള്ളിയ ഈ ജനം കാണുവാൻ തക്ക വിധത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ, പ്രവർത്തിക്കാൻ പോകുകയാ. എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ, നല്ല ഉറപ്പുണ്ട്. ഞാൻ ഊഹാഭോഗത്തോടുകൂടെയല്ല, സൂസൻ ബിജു ഊഹാഭോഗത്തോടുകൂടെയല്ല. ദൈവം നിനക്ക് പ്രവർത്തിക്കുന്ന ഒരു സമയം. നിന്റെ ഔദ്യോഗിക മണ്ഡലത്തെ നോക്കി നെടുവീർപ്പിട്ട് വിഷമിച്ചിരിക്കുന്ന സൂസൻ ബിജു മതി എന്ന് പറയരുത്. മുന്നോട്ട് പോക. മടുത്തു പോയ അവസ്ഥ, എന്നെ കൊണ്ട് കഴിയില്ലെന്ന് കരുതുന്ന അവസ്ഥ. അങ്ങനെയെങ്കിൽ ഇന്ന് നിന്നെ സ്നേഹിക്കുന്നവനായ കർത്താവ് പഴികളും ദുഷികളും കേട്ട് മനം മടുത്ത അവസ്ഥയെങ്കിലും സൂസൻ ബിജുവിനോട് പറയുന്നു, ഇതൊരു ദൈവത്തിന്റെ മഹത്വത്തിനൊരു തുടക്കമാണെന്ന് ഈ പ്രഭാത സമയത്ത് നിന്റെ തീരത്തിനെ തൊട്ട് ആലോചന അറിയിക്കുക. സംഭവിക്കും, അത് സംഭവിക്കും. ഹല്ലേലൂയ. സൂസൻ ബിജുവിനെ
ദൂത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ച ആ ഭാഗം രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ നമുക്ക് കഴിയും. ദൈവത്തെ മഹത്വീകരിച്ചു. എന്താണ് അവ ദൈവത്തെ മഹത്വീകരിക്കാൻ കാരണമായതെന്ന് ഒന്ന് തൊട്ടുകൊണ്ട് എന്റെ വാക്ക് ഞാൻ നിർത്താൻ പോകുകയാണ്. അവിടെ ഈ പട്ടണം ഒരു ദുഃഖം അഭിമുഖീകരിച്ചു. ഒരു ബാല്യക്കാരൻ, നിങ്ങൾക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ബാല്യക്കാരനെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം. ഈ ചുമന്നു കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ അതിനോട് ചേർന്ന് നടക്കുന്ന ഒരു മാതാവുണ്ട്. യേശു ഈ വിഷയം മനസ്സിലാക്കി അവന്റെ യാത്ര നയിൻ പട്ടണത്തിലേക്ക് തിരിച്ചു. നയിൻ പട്ടണത്തിലേക്ക് തിരിച്ച് ഈ വിലാപയാത്ര പോകുന്നവർ വേളയിൽ യേശു അറിയാം, അവളെ കണ്ടിട്ട് മനസ്സലിന് അവളോട് കരയണ്ട. ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്ന മിനി ഏവൻ കണ്ണു സിസ്റ്ററോടാ പറയുന്നത്, ഓക്കെ സിസ്റ്ററെ നീ കരഞ്ഞത് മതി, കരഞ്ഞത് മതി. പത്മോസ് ദ്വീപിലുള്ള യോഹന്നാനോട് പറയണ്ടോ, യോഹന്നാനെ കരയണ്ട. മാറയുടെ അനുഭവത്തിലായിരുന്ന അന്ന കരഞ്ഞുകൊണ്ടിരുന്നവളെങ്കിലും അവളോടും ഞാൻ എന്റെ ഭാഷ പറയുന്നു, അന്നെ കരയണ്ട, നീ ആഗ്രഹിച്ചത് ഇതാ ഉരുവായിരിക്കുന്നു. ഇന്ന് അടിവരയിട്ട് മിനി ഹെവനോട് പറയുന്നു, ദൈവമഹത്വമായി തീരത്തക്കവണ്ണം ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇനി നീ കരയണ്ട. നാളുകളായി നീ കരയുന്നു. നിന്നെ ചുമന്ന ഉദരം നിന്റെ മാതാവ് നിന്നെ കരച്ച കണ്ടില്ലെന്ന് വരാം. നിന്റെ കൂടെ കിടക്കുന്ന വ്യക്തി നിന്റെ കരച്ചൽ കണ്ടില്ലെന്ന് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ രഹസ്യ കരച്ചൽ യേശു കണ്ടുകൊണ്ട് ശാന്തമായി പറയുന്നു, മകളെ കരയണ്ട, സൂസൻ സിസ്റ്ററെ കരയണ്ട. യേശു ആ ബാല്യക്കാരന്റെ മാതാവിനോട് പറയുക, ഉള്ളം തിങ്ങി ഏകമകനായിരിക്കുന്ന എല്ലാ ആശകളും അറ്റുപോയ സന്ദർഭഘട്ടത്തില ഒരു വ്യക്തി വന്ന് പറയുന്നത്, കരയണ്ട. എന്നെ വ്യക്തമായി അറിയാത്തവരാണ് ഈ സൂം മീറ്റിംഗിൽ ഉള്ളതെന്ന് എനിക്കറിയാം. മുഖമുഖമായി കാണാത്ത വ്യക്തിയെങ്കിൽ ഇന്ന് നിന്റെ വിടുതലിന് വേണ്ടിയാ എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയതെങ്കിൽ എന്നെ നിർത്തിയവൻ ആരെന്ന് എനിക്കറിയാമായതുകൊണ്ട് ഞാൻ പറയുന്നു, എന്നെ നിർത്തിയവന്റെ വാക്കുകൾ പറയുന്നത് ഇത് കർത്താവിന് പ്രവർത്തിക്കുന്ന ഒരു ദിവസം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കരച്ചലിന്റെ പരിഹാരം കാണാതെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിട്ടും കരയാൻ കരയാൻ ബലമില്ലാതെ പോയെങ്കിലും ഇതാ ഒന്ന് നിന്റെ കരച്ചൽ കേട്ടവൻ,
കരച്ചലിന്റെ മുമ്പിൽ മനസ്സലിഞ്ഞവൻ അവൻ നിന്റെ അരികെ വന്ന് പറയുന്നു, മകളെ, നീ ഈ വിഷയത്തെ ഓർത്ത് നീ കരയണ്ട. നീ കടന്നു പോകുന്ന ഈ താഴ്വരയില് ഏങ്ങിക്കൊണ്ട് മൂങ്ങിക്കൊണ്ട് മുന്നേറുന്ന ദൈവജനത്തോട് പറയുന്നത് ഒറ്റ പദം, നീ കരയണ്ട. എനിക്ക് ഇനി എന്റെ മുന്നിൽ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവം തന്ന ആലോചനയാ പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഒന്ന്, നീ കരയണ്ട. രണ്ട്, ദൈവ പ്രവൃത്തി കണ്ട് മഹത്വം കരേറ്റത്തക്ക വണ്ണം ഒരു ദൈവ പ്രവൃത്തി നീ ആയിരിക്കുന്ന മണ്ഡലത്തില് വെളിപ്പെടും. കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം. എല്ലാവരും അതരങ്ങളെ തുറന്നുകൊണ്ട് സ്തോത്രങ്ങൾ അർപ്പിച്ചാട്ടെ. ദൈവമഹത്വം കാണാൻ പോകാം. നിന്റെ കരച്ചിലിന്റെ മറുപടി കാണാൻ പോകാം. ആമേൻ. ഇന്ന് ഒരാളോട് ആമീൻ, ആരോടോ ദൈവത്തിന് ആത്മാവ് നിന്നെ സ്വജനത്തിന്റെ നടുവിൽ നിന്റെ കൊമ്പിനെ ഉയർത്തും. നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ അവൻ നിന്റെ കൊമ്പിനെ ഉയർത്തും. ഓ എല്ലാ കരങ്ങ് തട്ടി ആരാധിച്ചാട്ട് ചില നിമിഷങ്ങൾ ഒരു ദൈവ മഹത്വത്തിന്റെ സാക്ഷിയാകാൻ പോകുക. കർത്താവേ, അങ്ങ് തന്ന നിന്റെ ആലോചന ഈ ജനത്തിൽ വിളമ്പുവാൻ അവിടുന്ന് കൃപ തന്നു. ഈ ജനത്തെ ഈ വചനമാകുന്ന വാറ്റത്വം അവരുടെ ശിരസിലേക്കടിയുടെ ബലഹീന കരം വെച്ച് പ്രാർത്ഥന. ഇത് വ്യക്തികളിൽ ഈ ഗ്രേസ് എന്ന പ്രയർ ഫെലോഷിപ്പിൽ ഇന്നിവിടെ മുഴങ്ങിയ ശബ്ദം, ആ ദൈവ മഹത്വം ഈ പ്രയർ ഫെലോഷിപ്പിൽ അങ്ങനെ ചെയ്യും. യേശു നാമത്തിൽ തന്നെ അമ്മേ. പകൽക്കാലം ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച് പ്രിയ സിസ്റ്റർ ബീന അജയ്, പ്രിയപ്പെട്ടവൾക്കും അജയ് ബ്രദറിനും അവരുടെ കുടുംബത്തിൽ ഈ സൂം മീറ്റിംഗ് സംബന്ധിക്കുന്ന കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, സഹോദരി സഹോദരന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും തരണത്തിൽ അറിയിച്ചു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.